ദേ ഡൊണാൾഡ് ട്രംപ് യുദ്ധം നിർത്തി ലക്ഷ്യം നേടി പോകാൻ പോകുന്നേ. അയ്യോ പോവല്ലേ പോവല്ലേ ട്രംപേ പോവല്ലേ, അങ്ങനെ വെക്കളയല്ലേ, ലക്ഷ്യം നേടിയെന്ന് പറഞ്ഞ് വെക്കളയല്ലേ. ഇറാനിൽ പുതിയ ഭരണകൂടത്തെ കൊണ്ടുവന്ന് ആ വംശത്തെ മുഴുവൻ ഇല്ലാതാക്കി ട്രംപ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പാളക്കാരൻ പഹലവിയെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ നേതാവായിട്ടിരുന്ന് വെനിസ്വേലയുടെ പ്രസിഡൻറ്റിനെ പിടിച്ചോണ്ട് പോകുന്ന പോലെ പിടിച്ചോണ്ട് പോയി വലിയ ചാമ്പ്യൻ ആവാൻ ഇറങ്ങിയ ട്രംപ് പോകുന്നോ? പോവല്ലേ, ഒരിക്കലും പോവല്ലേ. എല്ലാവരും കാത്തിരിക്കുക. അങ്ങ് ലക്ഷ്യം നേടി ഇതെല്ലാം പിടിച്ചെടുത്ത് ആ രാജ്യത്ത് വേറെ ഭരണകൂടം കൊണ്ടുവന്ന് അവിടെ ഒരു 19 വയസ്സായി മരിക്കാനിരുന്ന ഒരു മനുഷ്യൻ വളരെ ധീരനായി രക്തസാക്ഷിയായി ഒരു ലോകത്തിൻ്റെ മുഴുവൻ കണ്ണിലുണ്ണിയായി യാത്രയാകാനുള്ള അവസരം ഒരുക്കിയത് ഒഴിച്ചാൽ ആ പരമ്പരയിൽപ്പെട്ട അതിനേക്കാൾ വീര്യം കൂടിയവരാണ് അവിടെ നയിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പോകുന്നത്? പോവരുത്. അത് മാത്രമല്ല, എന്തെല്ലാം ആഗ്രഹങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ലോകത്ത് ഇതുപോലൊരു അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ മണിക്കൂറുകൾ വെച്ച് വാക്ക് മാറ്റി പറയുന്ന ഒരു എന്താ പറയേണ്ടത്, ഒരു സ്ഥിരതയും ഒരു നിലപാടും ഒരു നിലവാരവുമില്ലാത്ത ഒരാൾ അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ ചരിത്രത്തിൽപ്പെട്ട ലോകത്തെ ഒരു രാജ്യത്തിൻ്റെയും എന്താ അങ്ങ് ആഫ്രിക്കയിലെ ഗുദാമോ ദ്വീപിൽ പോലും അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല. എന്തെല്ലാമാണ് പറഞ്ഞത്? പിടിച്ചെടുക്കും, അവരെ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണോ? അങ്ങനെ പോകരുത്. അത് മാത്രമല്ല, ഹോർമിസ് കടലിടുക്ക് ഇപ്പോൾ 24 മണിക്കൂറിനകം തുറന്ന് അതിലേക്കൂടെ എണ്ണ മുഴുവൻ തള്ളിവിടും എന്ന് പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടു. ഹോർമിസ് കടലിടുക്ക് സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല, അത് വേണ്ടവർ സംരക്ഷിച്ചോളൂ എന്ന്. പിന്നെ എന്തിനാവേ ഇയാൾ വന്നൊരു രാജ്യത്ത് ആക്രമിച്ചത്? അവരവരുടെ രാജ്യം നോക്കിക്കോളും, അവരവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോളും. രണ്ടുപേരുടെ പിന്നെ എന്തിനാ ഓടി വന്നത്? ഇപ്പം രണ്ടുപേരും കൂടെ ഓടി വന്ന് ഇല്ല കന്നാസും കടലാസും പോലെ വന്ന് നിക്കറ് കീറി എങ്ങനെങ്കിലും തിരിച്ചു പോവുക. അതിനാ പറയുന്നത് ലക്ഷ്യം നേടി ലക്ഷ്യം നേടി ലക്ഷ്യം നേടിയെന്ന്. ഇത്രയും നാറിയ ഒരു തിരിച്ചുപോക്ക് ചരിത്രത്തിലുണ്ടാവില്ല ഇയാൾ പോയാൽ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വാചകം അടിച്ചടിച്ചടിച്ചടിച്ച് അവിടെ നിൽക്കുന്നത്. വിടുന്നില്ല ഇറാൻ. അവർ തിരിച്ചടിക്കുന്നുണ്ട്, എല്ലാ അർത്ഥത്തിലും അടിക്കുന്നുണ്ട്. നാശനഷ്ടങ്ങളൊക്കെ ഇറാനിൽ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഒരു 10 വർഷത്തെ തിരിച്ചടി ഉണ്ടാകത്തക്ക നിലയിൽ ഇറാനെ അടിച്ചിട്ടുണ്ടാവും. പക്ഷേ അവർ തോൽക്കുന്നില്ല. കഴിഞ്ഞ മണിക്കൂറിൽ പറയുന്നത് കേട്ടു, മറീനുകൾ, വലിയ കപ്പൽ, ബുഷ്, പിന്നെ ആരാ ട്രംപ്, കപ്പലുകളെല്ലാം നിരന്ന് വരാൻ പോകുന്നു. ഈ വരുന്നതിനെ എല്ലാം അടിക്കുന്നുണ്ട് അവർ. അടി കൊണ്ടു കഴിയുമ്പോൾ ക്ലോസറ്റ് പൊട്ടിപ്പോയി കക്കൂസിപ്പാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ട് പോവുക. എന്നിട്ടിപ്പോൾ യുദ്ധം നിർത്തി പോകാൻ പോവുകയാണത്രേ. കുറേ പേരിവിടെ ഓരിയിട്ട് പുള്ളിയുടെ കൂടെ കൂടിയതാ. പുള്ളിയാണ്ട് വലിയൊരാളാണ്. പുള്ളി വിചാരിച്ചാൽ ലോകത്തെല്ലാം നടക്കുമെന്നും പറഞ്ഞ് ഓയിലിൻ്റെ ഉപരോധം ഇപ്പോൾ ഇറാന് നീക്കിക്കൊടുത്തു. ഇറാൻ പറഞ്ഞു അതങ്ങ് പോയി കോവളത്ത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണവും ഇറാൻ പറഞ്ഞു വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അതുകൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും നേടാതെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് 10-15 വിമാനങ്ങളും തകർന്ന് കൊണ്ടുവന്ന കപ്പലിൻ്റെ പാളത്താറിളക്കി അതും തിരിച്ചു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് സാക്ഷാൽ ട്രംപ്. ലക്ഷ്യം നേടിയാ പോകുന്നത്. ആരുടെ ലക്ഷ്യമാണ്? ഇറാൻ ലക്ഷ്യം നേടി. അതുകൊണ്ട് ട്രംപ് തിരിച്ചു പോവുക. അതാണ് ശരി.